വൈജത. അലനിലയ്ക്കാത്ത കടലിന് നടുവിലെ ഇളംചാര നിറമുള്ള പർവ്വതക്കോട്ടയ്ക്കുള്ളിലെ ആ ദ്വീപ് ദേശത്തിന് സ്വന്തമായി ഒരുപാട് കഥകളുണ്ട്. മനുഷ്യൻ സൃഷ്ടിച്ചതിൻ്റെയും മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെയും നിരവധി കഥകൾ. ആ ദ്വീപിൻ്റെ കിഴക്കേ ഭാഗത്താണ് പ്രധാന ജലസ്രോതസ്സായ ബഹീർമ തടാകം. 10,000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് ആ തടാകത്തിന് ബഹീർമ എന്ന് പേര് വീഴുന്നതിനുമൊക്കെ വളരെ മുമ്പ് അവിടെ ചില അത്ഭുതങ്ങൾ നടന്നു. വിചിത്രരൂപിയായ ഒരാൾ തടാകത്തിൻ്റെ പടിഞ്ഞാറേക്കരയിൽ അനങ്ങാതെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായിട്ടുണ്ടായിരുന്നു. അയാളൊരു കാത്തിരിപ്പിലായിരുന്നു. ദീർഘമെങ്കിലും അല്പം പോലും അക്ഷമയുടെ ഇളക്കം തട്ടാത്ത കാത്തിരിപ്പ്. അന്ന് വൈജതയിലുണ്ടായിരുന്ന മനുഷ്യർ അത്ര ബുദ്ധിവൈഭവമുള്ളവരൊന്നും ആയിരുന്നില്ല. ഭക്ഷണം തേടുന്നതിലും ഇണചേരുന്നതിലും മാത്രമായിരുന്നു അവർക്ക് താല്പര്യം. എന്നാൽ ആ ദ്വീപിൻ്റെ 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ചിലരുണ്ടായിരുന്നു. തെക്കേ അറ്റത്തെ കടൽ തീരത്ത് ഒരു വൃദ്ധനും വൃദ്ധയും, വടക്കേ ഭാഗത്തെ കൊടുങ്കാടിനുള്ളിൽ ഒരു ബാലനും ബാലികയും, പടിഞ്ഞാറേ ഭാഗത്തെ കുന്നിൻ പ്രദേശത്ത് ഒരു യുവാവും യുവതിയും. അവർക്ക് കൂടുതൽ താല്പര്യം ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കുന്നതിലായിരുന്നു. തങ്ങൾക്കറിയാത്തതായ ഒരുപാട് കാര്യങ്ങളെ അവർ തങ്ങളുടെ ചുറ്റും കണ്ടു. അവയെല്ലാം എന്തെന്നും എന്തിനെന്നും എങ്ങനെയെന്നും അറിയാതെ അവർക്ക് സ്വസ്ഥത കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ 6 പേർ പല നിരീക്ഷണങ്ങളിലൂടെ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നീടൊരിക്കൽ അവരൊരു യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ദ്വീപിൻ്റെ ഒത്ത നടുവിൽ വെച്ച് അവർ പരസ്പരം കണ്ടുമുട്ടി പരിചയം സ്ഥാപിച്ചു. അതുവരെ തങ്ങൾ സമ്പാദിച്ച എല്ലാ അറിവുകളും അവർ പരസ്പരം പങ്കുവച്ചു. അപ്പോഴാണ് അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടത്. അതുവരെ അവർ നേടിയതെല്ലാം തങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടുള്ള അറിവുകൾ മാത്രമായിരുന്നു. അതിനുമപ്പുറം എത്രയോ കാര്യങ്ങൾ ഇനിയും കണ്ടെത്തപ്പെടാനായി ബാക്കി കിടക്കുന്നുണ്ട്. അങ്ങനെ അവർ6 പേരും ഒരുമിച്ച് ആ അറിവ് തേടിയുള്ള യാത്ര പുനരാരംഭിച്ചു. ആ യാത്ര അവരെ ആ തടാകത്തിൻ്റെ തീരത്ത് കൊണ്ടെത്തിച്ചു, വിചിത്രരൂപിയായ ആ ആളിൻ്റെ മുന്നിൽ. അയാളെ കണ്ട് അവർക്ക് കൗതുകം തോന്നി. എന്നാൽ അവരെ കണ്ടപ്പോൾ അവരുടെ മനസ്സ് മുഴുവൻ വായിച്ചിട്ടെന്ന പോലെ അയാൾ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളെ കാത്തുകൊണ്ടാണ് ഞാൻ ഇത്ര നാളും ഇവിടെ ഇരുന്നത്. നിങ്ങളുടെ വംശത്തിലെ ഏറ്റവും വിശേഷപ്പെട്ടവരാണ് നിങ്ങൾ. ഒരിക്കലും ഒടുങ്ങാത്ത ജിജ്ഞാസ ഉള്ളിൽ പേറുന്നവർ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ അറിവുകളും നേടാനും അത് നിങ്ങളുടെ വംശത്തെ മുഴുവൻ ഉദ്ബോധിപ്പിക്കുവാനുമുള്ള വഴികൾ ഞാൻ പഠിപ്പിക്കാം. പക്ഷേ അതിന് നിങ്ങൾ എന്നോടൊപ്പം എന്തിനും തയ്യാറായി വരണം. നിങ്ങളുടെ ഈ ശരീരങ്ങളെയും മനസ്സുകളെയും വിട്ട് ഏറെ അപ്പുറം പോകാൻ തയ്യാറാകണം. അവനവൻ്റെ ശരീരമോ അഹംബോധമോ ആയിരുന്നില്ല അവർക്ക് മുഖ്യം. അതുകൊണ്ട് അവരാവേശത്തോടെ അയാൾക്കൊപ്പം തടാകത്തിനടുത്തെ പർവ്വതത്തിൻ്റെ കാൽക്കലുള്ള ഒരു ഗുഹയിലേക്ക് കയറി. പിന്നത്തെ 14 ദിവസം കഠിനമായ പഠനമായിരുന്നു. വിചിത്രരൂപി അവരെ അതിവിശിഷ്ടവും അതിഗഹനവുമായ പലതും പഠിപ്പിച്ചു. മന്ത്രങ്ങളും തന്ത്രങ്ങളും, അങ്ങനെ പലതും. 15-ാം ദിവസം അവർ പുറത്തു വന്നു. 6 പേരും ഭാവങ്ങളില്ലാത്ത മുഖങ്ങളോടെ തടാകത്തിന് നേരെ നടന്നു. എന്നിട്ടൊന്നിച്ച് അതിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അവരുടെ ആദ്യത്തെ ചുവട് വെള്ളത്തിൽ പതിച്ചപ്പോൾ തന്നെ തടാകത്തിലെ വെള്ളം മുഴുവൻ കലങ്ങാൻ തുടങ്ങി. ഓരോ ചുവട് വെച്ച് കൂടുതൽ ആഴത്തിലേക്ക് നീങ്ങും തോറും വെള്ളമാകെ ചോരയുടെ നിറമായി മാറിക്കൊണ്ടിരുന്നു. ഒടുവിൽ അവർ തടാകത്തിൻ്റെ നടുവിൽ ആഴത്തിൽ അപ്രത്യക്ഷരായി. വെള്ളം കട്ടിച്ചുവപ്പായി അടുത്ത 3 ദിവസവും തുടർന്നു. വിചിത്രരൂപിയായ ആൾ ക്ഷമയോടെ അതിൻ്റെ തീരത്തിരുന്നു. 4-ാം ദിവസം പ്രഭാതത്തിൽ പ്രകൃതിയുടെ ഭാവമാകെ മാറാൻ തുടങ്ങി. പ്രസവവേദനയിൽ കരയുകയും പൊളയുകയും ചെയ്യുന്ന ഒരമ്മയെപ്പോലെ പ്രകൃതി കോലാഹലങ്ങൾ സൃഷ്ടിച്ചു. ഭൂമി വിറച്ചു, കാറ്റുമതിച്ചു, മേഘങ്ങൾ അലറി. തടാകത്തിൻ്റെ ഒത്ത നടുവിൽ നിന്നും അലകൾ ഉയർന്നു. ആ അലകളുടെ കൂട്ടത്തിൽ ഒരു ആൾരൂപവും ഉയർന്നു വന്നു. തടാകത്തിന് ചുറ്റും കൂടി നിന്നവരെല്ലാം തരിപ്പോടെ അത് കണ്ടുനിന്നു. ചിലരുടെ കാഴ്ചയിൽ അതൊരു പുരുഷരൂപമായിരുന്നു, മറ്റു ചിലരുടെ കാഴ്ചയിൽ സ്ത്രീരൂപവും.
എന്നാൽ എല്ലാവർക്കും ഒരുപോലെ കാണാൻ സാധിച്ചിരുന്ന ഒന്ന് അതിൻ്റെ അപാരമായ തേജസ്സായിരുന്നു. ആ രൂപം തടാകതീരത്ത് കാൽ വെച്ചതും പ്രകൃതി മുഴുവൻ പെട്ടെന്നടങ്ങി. വിചിത്രരൂപിയായ ആൾ അതിന് ബഹീർമ എന്ന് പേര് നൽകി. എന്നിട്ട് പറഞ്ഞു, അതിരുകളില്ലാത്ത നിന്റെ ജിജ്ഞാസയ്ക്കനുസരിച്ച ഒരു ശരീരം നിനക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. സ്വായത്തമാക്കുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള കഴിവും നിനക്കുണ്ട്. പക്ഷേ ആ അറിവ് സ്വീകരിക്കാൻ അവർക്ക് തോന്നണമെങ്കിൽ വിശപ്പിൻ്റെ അലട്ടൽ ഇനി അവർക്കുണ്ടാകരുത്. എന്നിട്ടയാൾ മേലോട്ടുയർന്ന് ബഹീർമയടക്കം എല്ലാവരും നോക്കി നിൽക്കെ മേഘങ്ങളിൽ ചെന്നു ചേർന്നു. ഉടനെ ശക്തമായി മഴ പെയ്യാൻ തുടങ്ങി. ആ വിശിഷ്ടമായ മഴയുടെ ജലമേറ്റ് തടാകത്തിൻ്റെ തെക്കേ തീരത്ത് പലതരം പഴവർഗ്ഗങ്ങളുടെയും മറ്റും മരങ്ങളും ചെടികളും മുളച്ചുപൊന്തി. അവിടം വൈജതയിലെ ഏറ്റവും ഫലഭൂവിഷ്ടമായ ഇടമായി മാറി. അതോടെ 4 ദിക്കിൽ നിന്നും കൂടുതൽ പേർ അവിടെ വന്നു കൂടാൻ തുടങ്ങി. പ്രകൃതി സമ്മാനിച്ച അഭിവൃദ്ധി കൊണ്ട് വയറു നിറഞ്ഞ അവർക്കെല്ലാം പിന്നെ ഒരേയൊരു വിശപ്പ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അറിവിന് വേണ്ടിയുള്ള വിശപ്പ്.